ഇപ്പോൾ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യൂസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. അഞ്ജലി ശ്രീജിതരാജ് അവിടെയുണ്ട്. അഞ്ജലി, ബാവയെ സ്വീകരിക്കാൻ വലിയ വൈദിക സമൂഹം അവിടെ എത്തിയിട്ടുണ്ടല്ലേ? ലേബി സജീന്ദ്രനും അവിടെയുണ്ട്. ലേബി സജീന്ദ്രൻ, വലിയ വൈദികരുടെ സാന്നിധ്യത്തിലാണ് യാക്കോബായ പരമാധ്യക്ഷൻ ഇപ്പോൾ എത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ലേബി, സൈഡ് വരൂ. ഡോക്ടർ അരുൺകുമാർ, അവിടെ വൈദികരുടെ വലിയ നിര തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. മെത്രാപ്പോലിത്തമാരുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ അവിടെ സ്വീകരിക്കാനുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് രാഷ്ട്രീയപരമായ സഭയുടെ രാഷ്ട്രീയപരമായ ഒരു പ്രാധാന്യവും ഇപ്പോൾ ഉണ്ട്. അതിന് കാരണം ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. സഭയുടെ ഒരു സന്നിഗ്ധ ഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് തീർച്ചയായും പാത്രിയർക്കീസ് ബാവയുടെ വരവ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഒപ്പം തന്നെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 41ാം ചരമ ദിന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് എങ്കിൽ പോലും അദ്ദേഹം നാളെ നടക്കുന്ന സുനഹദോസിൽ പങ്കെടുക്കുന്നുണ്ട്. സുനഹദോസിൽ പങ്കെടുക്കുന്നതും പ്രാധാന്യമർഹിക്കുന്നു. കാരണം ശ്രേഷ്ഠ ബാവയുടെ പിൻഗാമിയെ നിശ്ചയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ സുനഹദോസിനും പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ പാത്രിയർക്കീസ് ബാവയുടെ കടന്നുവരവ് പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ആണ് എന്നത് തന്നെയാണ് ഡോക്ടർ അരുൺ പ്രാധാന്യം. പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെയും വിശ്വാസികളെയും ഒക്കെ അനുഗ്രഹിച്ചാണ് ബാവ പുറത്തേക്ക് പോകുന്നത് അല്ലേ ലേബി? നേരെ എങ്ങോട്ടായിരിക്കും ബാവ പോവുക? നേരത്തെ തന്നെ ഇനി ഇവിടെ നിന്ന് മലയെക്കുറിച്ച് ദയറയിലേക്കാണ് പോവുക. അവിടെ അതിനുശേഷം നാളെ രാവിലെ അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. അതിനുശേഷമാണ് സിനഡിൽ ഈ സുനഹദോസിൽ പങ്കെടുക്കുക. മറ്റന്നാളാണ്, തിങ്കളാഴ്ചയാണ് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 41ാം ചരമ ദിന ശുശ്രൂഷ. അവിടെ ധൂപ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അതിനുശേഷം പത്തനംതിട്ട മഞ്ഞനിക്കരയിലേക്ക് പോകും. 10 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാത്രിയർക്കീസ് ബാവയെ പിന്തുടർന്ന് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് 11 വിദേശ ബിഷപ്പുമാരും വരുന്നുണ്ട്. അവർ നാളെയാണ് എത്തിച്ചേരുക. ഏതായാലും ഇവിടെ ഇപ്പോൾ യാക്കോബായ സഭയുടെ മെത്രാപ്പോലീത്തമാരെല്ലാവരും തന്നെ എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അകത്തേക്ക് വിമാനം ഇറങ്ങിയതിനു ശേഷം VIP ലോഞ്ചിലെത്തിയ അദ്ദേഹവും എല്ലാവരുമോടുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ മലങ്കര മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് അടക്കമുള്ള മെത്രാപ്പോലീത്തമാരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാനായി എയർപോർട്ടിലേക്ക് രാവിലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാവരും ചേർന്നാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനെ ഇപ്പോൾ സ്വീകരിച്ച് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ മലയെക്കുറിച്ച് ദയറയിലേക്കാണ് പോവുക. ഇവിടെയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു വരവാണ്, വളരെ ചടങ്ങാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വരവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇങ്ങോട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായും ഇഗ്നാത്യോസ് അഫ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയുടെ കടന്നുവരവ് ഈ ഒരു പ്രത്യേക ഇപ്പോൾ പ്രോട്ടോക്കോളുകൾ അറിയാത്തവർക്കായി ലേബി പറഞ്ഞാൽ സഭയുടെ ഏറ്റവും ഉന്നതനായ വൈദികനാണല്ലേ? അതെ ഡോക്ടർ അരുൺ, സഭയുടെ പരമാധ്യക്ഷൻ, യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ. അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായും സഭയുടെ ഏറ്റവും എല്ലാ കാര്യങ്ങളും അന്തിമമായി ഒരു മറുപടി പറയേണ്ടയാളാണ്, അന്തിമമായ തീരുമാനമെടുക്കേണ്ട ആളാണ്. ഏറ്റവും വലിയ ആളെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓർക്കേണ്ട കാര്യവും ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ലെബനനിലേക്കുമാണ്. അതേപോലെയാണ് യാക്കോബായ സഭയ്ക്ക് പാത്രിയാർക്കീസ് ബാവ അല്ലേ? തീർച്ചയായും ഡോക്ടർ, അത് തന്നെയാണ് അതിൻ്റെ താരതമ്യം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി മാർപ്പാപ്പ റോമിൽ ഉള്ളതുപോലെ, വത്തിക്കാനിൽ ഉള്ളതുപോലെ തന്നെയാണ് സിറിയയിൽ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ നിലകൊള്ളുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതൊക്കെ വളരെ സുപ്രധാനമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മാത്രമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരിക. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ നിൽക്കുന്നതും ഇതിൻ്റെ ഒരു പ്രധാന ഇടം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. കേരളത്തിൽ പുത്തൻകുരിശ് ആസ്ഥാനമായാണ് യാക്കോബായ സഭ
നിലകൊള്ളുന്നത്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ സിറിയയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരിക, കേരളത്തിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മാത്രമാണ് വരിക. ഇപ്പോഴത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധ ബാവയ്ക്ക് തൊട്ട് താഴെയുള്ള ആളാണ് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ ബാവ. നിലവിലെ ശ്രേഷ്ഠ ബാവ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ് 40 ദിവസങ്ങൾക്ക് മുമ്പ് കാലം ചെയ്തത്. അദ്ദേഹത്തിന്റെ 41ാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സഭയിലെ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ്, കാർമ്മികത്വം വഹിക്കാനാണ് അദ്ദേഹം നേരിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അന്ന് വരാത്തതിനും ഒരു കാരണമുണ്ട്. ശ്രേഷ്ഠ ബാവയുടെ അന്ത്യം പെട്ടെന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന് നേരിട്ട് പാത്രിയാർക്കീസ് ബാവയ്ക്ക് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് തൊട്ടടുത്ത പ്രധാനപ്പെട്ട ചടങ്ങായ 41ാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. ഡോക്ടർ താങ്ക് യു. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം അഞ്ജലി ശ്രീജരാജും ബെന്നി ബെഹ്നാൻ MP അടക്കമുള്ളവരും പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കാൻ വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു.